2.5 വയസ്സായ നൈസമോളെ എടുത്ത് കളിപ്പിച്ചപ്പോൾ കേരളം കരുതി ഒരു കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു. അല്ല, 2.5 വയസ്സായ നൈസമോളെ എടുത്ത് കളിപ്പിച്ച് എല്ലാ മാധ്യമങ്ങളിലും ചിത്രം പ്രസിദ്ധീകരിക്കുക വഴി ഈ കേരളം എന്ന നാടിലെ ജനങ്ങളെ കബളിപ്പിക്കാനും കളിപ്പിക്കാനും പോവുകയാണ് ഞാൻ എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയതെന്ന് 9 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഒരു ജനത തിരിച്ചറിയുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം കാഞ്ഞങ്ങാട് എൽ.ഡി.എഫ് സർക്കാരിൻ്റെ 4ാം വാർഷികമായി സംബന്ധിച്ച് കാസർഗോഡ് നടത്തിയ റാലിയെ അഭിസംബോധനയെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ അവസാനം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് സന്ദർശിക്കാൻ വന്ന നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. 2.5 വയസ്സുള്ള കുട്ടിയെ എടുത്ത് കളിപ്പിച്ചപ്പോൾ അതിനൊപ്പം തന്നെ മലയാളിയെ കബളിപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഏതെല്ലാം വിധത്തിലാണ് കേരളത്തെ തകർക്കാൻ, കേരളത്തെ മാത്രമല്ല തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ വിധത്തിലുള്ള ഭരണകൂടങ്ങളെയും തകർക്കാൻ എത്ര ആസൂത്രിതമായിട്ടാണ് കലാപങ്ങൾ പോലും അടിച്ചുവിട്ടുകൊണ്ട് ശ്രമം നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധം എല്ലാ അവകാശങ്ങളും മറ്റൊരു ഗവൺമെൻറ്റും സാധ്യമാക്കാത്തതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, ഒരു തരി പോലും മുന്നോട്ട് പോകാതിരിക്കാൻ ആ ഗവൺമെൻറ്റിനെ സാമ്പത്തിക ഉപരോധം കൊണ്ട് പൊതിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ തകർക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭരണഘടനയെ ദുരുപയോഗപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഗവർണർമാരുടെ നിലപാടുകൾ കൊണ്ട് നിയമസഭകളെ പോലും ചോദ്യം ചെയ്യിപ്പിച്ച് എല്ലാ വിധത്തിലും കേരളം ഉൾപ്പെടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി നമ്മുടെ രാജ്യത്ത് ഭരിക്കുകയാണ്. കേരളം അവതരിപ്പിക്കുന്ന സാമൂഹിക പെൻഷൻ, എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും എന്ന സംവിധാനം, എല്ലാവർക്കും കുടിവെള്ളവും എല്ലാവർക്കും വൈദ്യുതിയും എന്ന അവകാശം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ എത്ര ബോധപൂർവമായ പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു ഗവൺമെൻറ്റിനോടുള്ള എതിരഭിപ്രായം രാഷ്ട്രീയമായ നിലപാടുകളിലൂടെ പലപ്പോഴും ഗവൺമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ദുരന്തഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിനെ ഒറ്റപ്പെടുത്താനും ആ ഗവൺമെൻറ് ഈ നാട് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ ഒരിക്കലും കരുതാത്ത വിധം ഉപരോധത്തിൻ്റെ കെട്ടുകൾ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു ഭരണകൂടം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കാഞ്ഞങ്ങാടുകാരുടെ വെളിപ്പാടകലെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ള വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല എന്നൊരു പ്രദേശം ഒരുപക്ഷേ സമീപ ഭൂതകാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനകത്ത് 298 മനുഷ്യരുടെ മരണത്തിന് വിധേയമായ ചൂരൽമല, പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചപ്പാൽ നിറഞ്ഞിരുന്ന ചൂരൽമല, പുന്നപ്പുഴയുടെ താളങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്നൊരു ജനതയുടെ സ്വൈരജീവിതത്തിലേക്ക് കടന്നു കയറും വിധം അതിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ഉരുൾപൊട്ടലിനെ നേരിടാനുള്ള, ആ ഉരുൾപൊട്ടലിൽ ദുരന്തമുണ്ടായൊരു നാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളുമായി കേരളവും കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരും മുന്നോട്ട് വന്നപ്പോൾ ആ ജനതയോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച സമീപനം എന്തായിരുന്നു? ആഗസ്റ്റ് 11-ാം തീയതി ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൂരൽമലയിലെ ദുരന്ത മേഖലകളുടെ സന്ദർശനത്തിന് വേണ്ടി കൽപ്പറ്റയിലെ SKMJ സ്കൂളിൽ പ്രത്യേക വിമാനത്തിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. കേരളത്തിൻ്റെ ഗവർണറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും MLA-മാരും എല്ലാം ചേർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. അദ്ദേഹം അവിടെ മാധ്യമങ്ങളോടും ഞങ്ങളോടും പറഞ്ഞു, ആകാശമാർഗം ദുരിതം കാണാൻ വന്നവനല്ല ഞാൻ നേരിട്ട് ദുരന്ത മേഖലയിലേക്ക് പോവുകയാണ്. ദുരന്തമുണ്ടായ 12-ാം ദിവസം അദ്ദേഹം ചൂരൽമലയിലെ പുന്നപ്പുഴയ്ക്ക് നടുവിൽ പുതിയതായി പട്ടാളം നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. ഉണ്ണിമാഷും കുട്ടികളും പാടിയും ആടിയും നടന്നിരുന്ന വെള്ളാർമല സ്കൂളിലേക്ക് 100 മീറ്റർ കാൽനടയായി നടന്നു.
തിരിച്ച് കൽപ്പറ്റയ്ക്കുള്ള യാത്രക്കിടയിൽ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് 2.5 വയസ്സായ നൈസമോളെ ഒക്കത്തെടുത്ത് കളിപ്പിക്കുന്ന ചിത്രം ലോകത്തറിയുന്ന ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പത്രങ്ങളുടെയും 1-ാമത്തെ പേജിൽ നിറഞ്ഞു നിന്നു. കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും ഞങ്ങൾ മന്ത്രിമാർ, ഞാനും AK ശശീന്ദ്രനും OR കേളുവും പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസും MLA സിദ്ദിഖും എല്ലാം പങ്കെടുത്ത യോഗത്തിൽ വികാരഭരിതനായി നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 979 മെഹ്റൂബിയിലുണ്ടായ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മെമ്മോറാണ്ടം തന്നാൽ മതി, എല്ലാവർക്കും ആവശ്യമായ സഹായം ചെയ്യും. 2.5 വയസ്സായ നൈസമോളെ എടുത്ത് കളിപ്പിച്ചപ്പോൾ കേരളം കരുതി ഒരു കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു. അല്ല, 2.5 വയസ്സായ നൈസമോളെ എടുത്ത് കളിപ്പിച്ച് എല്ലാ മാധ്യമങ്ങളിലും ചിത്രം പ്രസിദ്ധീകരിക്കുക വഴി ഈ കേരളം എന്ന നാടിലെ ജനങ്ങളെ കബളിപ്പിക്കാനും കളിപ്പിക്കാനും പോവുകയാണ് ഞാൻ എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയതെന്ന് 9 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഒരു ജനത തിരിച്ചറിയുകയാണ്. എന്തേ കേരളത്തിനോട് ഇത്ര ശത്രുത? 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളി ഉൾപ്പെടുന്ന കേരളം എന്ന ഈ നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളം എന്ന ഈ നാടിനെ ഒറ്റപ്പെടുത്താനും എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചെയ്ത സഹായങ്ങൾ പോലും ചെയ്യാതിരിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഒരു ചിന്തയുടെ ഭാഗമാണ്. 2018 പ്രളയത്തിലും 2019 പ്രളയത്തിലും ഇതേ ഗൂഢ ഉദ്ദേശം തന്നെ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. കണ്ടാലും കൊണ്ടാലും പഠിപ്പിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. കാഞ്ഞങ്ങാട് അലകടൽ പോലെ ഒത്തുചേർന്ന ഒരു മഹാ ജനക്കൂട്ടത്തിനുറപ്പുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ ഈ ദുരന്തം നേരിട്ടനുഭവിക്കേണ്ടി വന്ന ഒരു ഗ്രാമത്തിലെ അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നീ നാട് കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ്. എന്തെല്ലാം വിധത്തിൽ ആക്രമണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഈ നാട്ടിലെ ഗവൺമെൻറ്റിനെ.